ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി മത്തായി 18-ാം അധ്യായം 23 മുതൽ 35-ാം വാക്യം വരെ കാണുന്ന കർത്താവ് പറഞ്ഞ ഉപമയെക്കുറിച്ചാണ്. ക്ഷമയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. 70 വട്ടം എന്ന് പറഞ്ഞാൽ അതിരില്ലാതെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അതിനെ കുറച്ചും കൂടെ ഉപോത്ബലകമാക്കുന്ന ഒരു സാദൃശ്യമാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ആരംഭഭാഗം ഇങ്ങനെയാണ്: സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വീട്ടുവാൻ വകയില്ലായ്കയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെയാണ് ആ ഉപമ തുടങ്ങുന്നത്. അതിൻ്റെ അന്തസാരം എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, സുപരിചിതമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഒരു സാദൃശ്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. തൻ്റെ ദാസന്മാരുടെ കണക്ക് തീർക്കുന്ന രാജാവ് ദൈവമാണ്. 10,000 താലന്ത് രാജാവിന് കടംപെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ വ്യാഖ്യാനങ്ങളിലൊക്കെ യഹൂദനെ കുറിച്ചാണ് ആ ഒരു ഭാഗമെന്ന് പറയുന്ന ആളുകളുണ്ട്. എങ്കിലും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഇളവ്, ക്ഷമ, അതെല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ കടങ്ങൾ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് 10,000 താലന്ത്. ഒരു ഏറെക്കുറെ അതിനെക്കുറിച്ച് പറയുന്നത് 24 ലക്ഷം പവൻ എന്നാണ്. അത് അത്ര കൃത്യമാകണമെന്നില്ല, ഏറെക്കുറെ അങ്ങനെയാവാം. അപ്പം അതുകൊണ്ട് അവൻ്റെ കടം വളരെ വലുതാണ്. ദൈവകൃപയുടെ അതിര് കവിഞ്ഞ നിദർശനത്തിനെതിരായിട്ടുള്ള അവൻ്റെ അനുസരണക്കേട് അവനിൽ ദൈവിക സന്ദർശനം ഉളവാക്കാവുന്നതേ ഉള്ളൂ. ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി കടക്കാരനെയും അവൻ്റെ ഇവിടെ പറയുന്നത് അവൻ്റെ ഭാര്യ, മക്കൾ, മറ്റ് സകലതിനെയും വിൽക്കാനുള്ള രാജാവിൻ്റെ കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നതാണ് 25-ാമത്തെ വാക്യം. അപ്പോൾ ദൈവത്തോട് മത്സരിച്ച് മാറി നിന്ന യഹൂദന് പലതവണ പ്രവാസത്തിലേക്ക് പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ദൈവം അവരുടെ കുറവുകളെല്ലാം ക്ഷമിക്കുന്നത് പിൽക്കാലത്ത് കാണുന്നു. ഇവിടെ തൻ്റെ കഴിവില്ലായ്മയെ ഗ്രഹിക്കാതെ കാലതാമസം ആവശ്യപ്പെടുകയും മുഴുവൻ കടവും കൊടുത്തു വീട്ടാമെന്ന് പറയുകയും ചെയ്യുന്ന കടക്കാരന് തുല്യമാണ് യഹൂദൻ. അവരുടെ പ്രവാസകാലത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 9-ലും എസ്ര, നെഹമ്യാവ് എന്നീ പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മളത് കാണുന്നു. കർത്താവ് തനിക്ക് ന്യായമായി ലഭിക്കേണ്ടത് ഉപേക്ഷിക്കുന്നു. അവൻ മനസ്സലിഞ്ഞ് അവനെ വെറുതെ വിടുകയും കടമിളച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തോട് നമ്മെ കടമുള്ളവരാക്കി തീർക്കുന്നു. ഈ കടങ്ങളുടെ ഒരു കണക്ക് ദൈവം സൂക്ഷിക്കുന്നുണ്ടെന്നും ആ കണക്ക് തീർക്കാനുള്ള ബാധ്യതയും ദിവസവും അടുത്തു വരുന്നു എന്നുമുള്ള വസ്തുത മറക്കരുത്. നമ്മുടെ മനസ്സാക്ഷിയിൽ കൂടെ ദൈവം ഇപ്പോൾ നമ്മുടെ കടബാധ്യത ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പാപബോധം വരുന്ന ഒരു വിശ്വാസി ഉടനെ ചോദിക്കുന്നത്, നീ എൻ്റെ യജമാനന് എത്ര കടംപെട്ടിരിക്കുന്നു എന്നാണ്. കൈക്കൂലി കൊടുത്ത് കണക്ക് തീരാത്ത പക്ഷം, അല്ലെങ്കിൽ തിരുത്താത്ത പക്ഷം, ശരിയായ ഒരു രീതി അത് പറയുക തന്നെ ചെയ്യും. 50 100 തിരുത്താവുന്നതൊന്നുമല്ല. കണക്ക് പരിശോധിക്കുന്ന മറ്റൊരു ദിനം വരുന്നു. കണക്ക് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും കർത്താവിൻ്റെ രക്തം ചിന്തിയതിലുമൊക്കെയാണ് ഇങ്ങനെയുള്ള നമ്മുടെ കടങ്ങളെ അല്ലെങ്കിൽ പാപങ്ങളെ കർത്താവ് പരിഹരിച്ചത്.
കടം വലിയതാണ്. താരതമ്യേന ചിലർ വലിയ കടക്കാരാണ്. ഒന്നാമത് 10,000 താലന്തുകാരൻ. നിന്റെ പാപം നിന്നെ പിടികൂടുന്ന ഒരു ദിവസമുണ്ടെന്ന് മറന്നു പോകരുതെന്ന് ഈ സാദൃശ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പാപത്തിനും ഓരോ താലന്തിൻ്റെ തൂക്കമുണ്ട് എന്നതും ഓർക്കണം. അപ്പോൾ ഇത്രയും താലന്ത് ഇളവ് കിട്ടിയ മനുഷ്യൻ അവന് കടംപെട്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനോട് ചെറിയ കടം ഇളച്ചു നൽകാൻ മനസ്സില്ലാത്തവൻ പരമാവധി ശിക്ഷ ഏറ്റുവാങ്ങുന്നതാണ് ഈ സാദൃശ്യത്തിൻ്റെ ഉള്ളടക്കം. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തോടുള്ള ബന്ധത്തിലും ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. പാപക്ഷമ 3 വിധത്തിലാണ്. ഒന്നാമത് പാപിക്ക് ലഭിക്കുന്ന നിത്യ പാപക്ഷമ. ഇത് ആവർത്തിക്കപ്പെടുന്നില്ല. ഇത് സന്തോഷവും സ്നേഹവും വിശുദ്ധ ഭയവും ഒക്കെ ഉളവാക്കുന്നു. പിന്നീടുള്ളത് ഒരു പുനരുദ്ധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടി വിശ്വാസിയുടെ ക്ഷമയാണ്. അവസാനമായി ഭരണതലത്തിലുള്ള ക്ഷമ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലുമൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ കർത്താവ് നമ്മുടെ പാപക്കടം തൻ്റെ ജീവനാൽ ഇളച്ചു നൽകിയെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് കടംപെട്ടിരിക്കുന്നവരോട് എത്രയധികമായി നമ്മൾ ക്ഷമിക്കണം എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പാപക്കടം വീട്ടുവാൻ സ്വന്തം ജീവനെ നൽകി എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്കൊരിക്കലും വീട്ടാനാവാത്ത വിധത്തിലുള്ള പാപത്തിൻ്റെ കൂമ്പാരത്തെ അങ്ങയുടെ രക്തത്തിനാൽ വീട്ടിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കടംപെട്ടിരിക്കുന്നവരോട് ക്ഷമിക്കാൻ അവിടുന്ന് ഉപദേശിച്ചുവല്ലോ. ആ ഒരു ക്ഷമ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ക്രിസ്തീയ മാനങ്ങളുള്ളതാക്കി മാറ്റുമെന്നുള്ള ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാനും പ്രവർത്തിപ്പാനും മറ്റുള്ളവരോട് മനസ്സിലുള്ളവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ക്ഷമയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.